വയനാട് വെണ്ണിയോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9ാം ക്ലാസ്സുകാരിക്ക് പരുക്ക്. രാവിലെ 9:30ഓടെയാണ് ആക്രമണം. കാലിന് പരിക്കേറ്റ കുട്ടി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ മദ്രസ വിട്ട് വീട്ടിലേക്ക് പോന്നിരുന്നു. മദ്രസ വിട്ട് പെട്ടെന്ന് പരീക്ഷയുണ്ട്, 9ാം ക്ലാസ് സ്കൂൾ പരീക്ഷയുണ്ട്. അപ്പോൾ ഓളൊറ്റക്കായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വാഴത്തോട്ടത്തിൽ നിന്ന് പന്നി കയറി വന്ന് ഇടത്തെ കാലിനാണ് കുത്തിയത്. കുത്തിയതിന് ശേഷം കാലിൻ്റെ ഇടയിലിട്ട് തലയിട്ട് പിടിച്ചപ്പോൾ ആത്മധൈര്യം കൊണ്ട് ഒന്ന് തള്ളി നീക്കിയിട്ട് നടന്നില്ല. അവൾ മുകളിലൊരു ഫർദയൊക്കെ ഇട്ടിരുന്നു. ഫർദയൊക്കെ കമ്പിളിൽ കയറിപ്പോയി. കാലിന് ഭയങ്കര വേദനയാണ്. പന്നിശല്യം ഇതിൻ്റെ മുന്നേ ഉണ്ടായി 2 പ്രാവശ്യം. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് 2 ഓട്ടോറിക്ഷ മറിച്ചിട്ടിട്ട് 2 ആൾക്ക് സീരിയസ് പരിക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാലം കാണാൻ പന്നിശല്യം വല്ലാണ്ട് രൂക്ഷമായൊരു സ്ഥലമാണ് ആ പ്രദേശം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. സുർജിത്ത്, കാട്ടുപന്നി ശല്യം അവിടെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെയും ആളുകൾക്ക് പരിക്കുണ്ടായിരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നും ഇവർ പറയുന്നു. എന്നിട്ടും വനം വകുപ്പ് ഈ ഭാഗത്ത് പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുത്തില്ല എന്നാണോ? ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? വേണു, കാലിലാണ് പരിക്കേറ്റത്. കാലിന് നല്ല വേദനയുണ്ട്, ചതവുണ്ട് എന്നുള്ളതാണ് കുട്ടി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫാത്തിമത്ത് സഹനയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. 14 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. മാങ്ങാട്ടുകുന്ന് ഹൈസ്കൂൾ റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുട്ടി. ഇതിനിടയിൽ ഇടത് കാലിന് കാട്ടുപന്നി ഓടിയെത്തി കുത്തുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ മറിച്ചിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷം പന്നി നേരെ തൊട്ടടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് പോയി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ പന്നിയുടെ പ്രശ്നമുള്ള മേഖലയാണിത്. 6 മാസം മുമ്പ് പട്ടാപ്പകൽ ഓട്ടോ കുത്തിമറിച്ചിടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് നേരത്തെ രാത്രിയിൽ ഓട്ടോ മറിഞ്ഞ് പന്നി ഇടിച്ചു മറിഞ്ഞതിന് ശേഷം 2 പേർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തരം പന്നിശല്യമുള്ള മേഖലയാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. കുട്ടി കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. മറ്റ് പ്രശ്നങ്ങളില്ല. കാലിന് ചതവുണ്ട് എന്നൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. അവർ വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മേഖല നേരത്തെയും കാട്ടുപന്നിയുടെ ശല്യമുള്ള മേഖലയെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.